അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 6ാമത്തെ രാവാണിന്ന്. നാളെ 6ാമത്തെ പകലാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഇനി ഏതാനും 4 ദിവസം കൂടി മാത്രമാണ് നമുക്ക് ബലിപെരുന്നാളിനുള്ളത്. അറഫ നോമ്പ് തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളിൽ എന്തെങ്കിലുമൊക്കെ കുറവും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടാകും, മനുഷ്യനാണല്ലോ. അതെല്ലാം പരിഹരിച്ച് അല്ലാഹു തആല നമ്മളിൽ നിന്നും നമ്മുടെ ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ സ്വീകരിക്കട്ടെ. ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരുകയും നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക. അവസാനത്തെ ദുആയിലും കൂടി പങ്കെടുത്തിട്ട് വേണം എല്ലാവരും പിരിയാൻ. ഈ ഒരു ദിക്റിൻ്റെ മജ്ലിസിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഈ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ദിക്ർ തുടങ്ങാൻ പോകുന്നു. ഇന്നത്തെ മജ്ലിസിൽ വെച്ച് പ്രത്യേകം ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. വീട് പണി നടക്കുകയാണ്, അതുപോലെ മക്കളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, വിവാഹമൊന്നും നടക്കുന്നില്ല, അതുപോലെ തന്നെ ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരവധി പേര് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. പ്രവാസികളായ ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനം ദ്വാരക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും നമുക്ക് കിട്ടാനും, അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കച്ചവടത്തിലും സമാധാനം, ജീവിതത്തിൽ എപ്പോഴും ഒരു സ്വസ്ഥത ഒക്കെ ഉണ്ടാവാൻ ഈ നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റിയതാണ്. നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എപ്പോഴും ഏത് സമയത്തും പറയാൻ പറ്റിയതാണ്. ആ ഒരു ദിക്ർ മഹാന്മാരായ താബിഈങ്ങൾ, തബുഉ താബിഈങ്ങൾ നിത്യമായി കൊണ്ടു നടന്ന ഒരു ദുആയാണ്. അതൊരു ദിക്റാണ്, അതൊരു തസ്ബീഹാണ്. എല്ലാ ഗണത്തിലും പെടുത്താം. വലിയ ശ്രേഷ്ഠതയാണ് അത് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും ഒന്നിച്ച് പറയും. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നാളെ വ്യാഴാഴ്ച ദിവസമാണല്ലോ, ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ് നാളെ. അപ്പോൾ നാളെ പകൽ പ്രത്യേകം വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അപ്പോൾ ആ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരും, ഇനി പിടിക്കാത്തവരുണ്ടെങ്കിൽ അവരും ഒക്കെ അറിയാൻ വേണ്ടി പറയട്ടെ. നാളെ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ
ഒരു സുന്നത്തായ നോമ്പ് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് കരുതിയാൽ വലിയ പ്രതിഫലം കിട്ടും നാളത്തെ നോമ്പിന്. അതോടൊപ്പം തന്നെ നാളെ വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇങ്ങനെ 2 നിയ്യത്ത് വെച്ചാൽ 2 നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ ഇത് നിയ്യത്ത് ഇപ്പോഴേ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി ഈ നിയ്യത്ത് ഇപ്പോഴൊന്നും വെക്കാൻ മറന്നുപോയി, നാളെ ഉച്ചക്ക് മുമ്പ് നിങ്ങൾ ഓർത്താൽ, ദുഹറിന് മുമ്പ് ആണ് നിങ്ങൾ ഈ നിയ്യത്ത് ഓർക്കുന്നതെങ്കിൽ നാളെ ഉച്ചക്ക് മുമ്പ് വെച്ചാലും നിങ്ങൾക്ക് ആ നോമ്പ് കിട്ടും. പക്ഷേ ആ നോമ്പ് മുറിയുന്ന, അതായത് ഭക്ഷണം കഴിക്കുന്നത് പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും നാളെ നോമ്പ് പിടിക്കുന്നവരുണ്ടെങ്കിൽ 2 നിയ്യത്ത് മറന്നു പോകേണ്ട. ഒന്ന്, വ്യാഴാഴ്ചത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2, ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സുന്നത്തായ ഒരു നോമ്പും അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് 2 നിയ്യത്ത് വെക്കാം ഇൻഷാ അല്ലാഹ്. പരിപാവനമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. സ്വർഗത്തെ ചോദിക്കുകയാണ്, നരകത്തിൽ നിന്നും മോചനം ചോദിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബിമാരോട് മുത്തായ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സുഖ്തിക വന്നാർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വലിയ തൗബയുടെ, ഇസ്തിഗ്ഫാറിൻ്റെ, ദിക്റായ, ദുആയായ കാര്യമാണ്. ആ ഒരു വലിയ വചനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരാണോ ഞാനും നിങ്ങളും എങ്കിൽ ഇത് പറഞ്ഞോ ദുആ ചെയ്തോ അല്ലാഹു മാറ്റിത്തരും. ഒന്നിച്ചു പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ
الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന എനിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആവശ്യങ്ങൾ. ഇപ്പം എൻ്റെ വീട് പണി നടക്കുന്നു, അൽഹംദുലില്ലാ. അതിങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദ്വാരക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ ദ്വാ ബർക്കത്തുകൊണ്ട് വേഗത്തിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും വീട് പണി നടക്കുന്നു, നമ്മുടെ മക്കളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു, വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു. അതുപോലെ ജോലി സംബന്ധമായ കാര്യം അതൊക്കെ ഒന്ന് ഉഷാറാവണം, കുടുംബജീവിതത്തിൽ ഖൈറുണ്ടാവണം, നല്ലൊരു വാഹനം എടുക്കണം, നല്ലൊരു വീട് പണിയണം, നല്ലൊരു ജോലി ഉണ്ടാവണം. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി, ആവശ്യം പൂർത്തിയാവാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട അമലുകളിൽപ്പെട്ട ഒന്നാണ് സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് നിർവഹിക്കാൻ പറ്റാത്ത ഒരു ഉദ്ദേശവുമില്ല എന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് നമുക്കിന്ന് പറയാം. ആ സ്വലാത്ത് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് കിട്ടുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്ത് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വഅലാ അഹ്ലി ബൈതിഹി
മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ രചിച്ച ഫതുഹുൽ മുഈൻ, ആ ഫതുഹുൽ മുഈനിലും അതുപോലെ അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമാകുന്ന ഇആനത്തു ത്വാലിബീനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യൻ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവൻ സൂറത്തുൽ ഇഖ്ലാസ് 200 വട്ടം എന്നാണ് മഹാനവറുകൾ എണ്ണം പറഞ്ഞത്, 200 വട്ടം എന്നാണ്. അത്രമാത്രം പ്രാവശ്യം അവൻ ആവർത്തിച്ച് ഈ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും, അവൻ്റെ പ്രതിസന്ധികൾ മാറും, അവൻ്റെ ഈമാൻ സലാമത്താവും, അവൻ്റെ ഈമാൻ പാറ പോലെ ഉറക്കും, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് കുറച്ച് പ്രാവശ്യം ഒന്ന് ഓതാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രധാനപ്പെട്ട ഈ സമയങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്തായ, ഓതൽ പ്രത്യേകം ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്ന, ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കോരി നമുക്ക് കിട്ടുന്ന ദുന്യവിയും ഉഖ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫജ്ർ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവർക്കും ഓതാം. ഇത് വുളു ഉള്ള ആളുകൾ അവർ ഖുർആൻ കയ്യിലെടുത്ത് ഓതിയാൽ ഖൈറാണ്. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ ഇത് വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇനി വുളു ഇല്ലാത്തവരാണെങ്കിലും ഇത് കൂടെ ഓതിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാർ ഇത് ഓതുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد
فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. ഒരു ദുആ നമുക്കൊന്ന് പറയാം, ഒന്നിച്ചു പറയാം. കാരണം നമ്മളിവിടെ എന്ത് ദിക്ർ പറഞ്ഞാലും തസ്ബീഹ് പറഞ്ഞാലും നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഹജ്ജ് ചെയ്താലും എന്ത് അമൽ ചെയ്താലും അവസാനം കെലിമ ചൊല്ലി മരിച്ചില്ല എങ്കിൽ ഇതൊക്കെ നിഷ്ഫലമാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഇൻഷാ അള്ളാഹ് പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാവർക്കും കെലിമ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നല്ല സന്തോഷത്തോടെയുള്ള മരണം തരണേ അല്ലാ എന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹിനോടൊന്ന് ദുആരക്കണ്ടേ. അപ്പോൾ ആ ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയട്ടോ. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله.
നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയം, നമ്മൾ ജനിച്ച് ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ നമ്മളിൽ ആർക്കും ഒരു പാപവും ഉണ്ടായിരുന്നില്ല, ഒരു തെറ്റും ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ശുദ്ധ പ്രകൃതിയായിരുന്നു. അതുപോലെയാണ് ഹജ്ജ് ചെയ്തിട്ട് വരുന്ന ഹാജി. അള്ളാഹു താല എല്ലാവരുടെയും ഹജ്ജിനെ സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഹജ്ജ് ചെയ്തത് പോലത്തെ പ്രതിഫലം കിട്ടാൻ, അതുപോലെ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ച സമയത്ത് എത്രമാത്രം നമ്മുടെ മനസ്സും ശരീരമൊക്കെ ശുദ്ധമായിരുന്നു, അതുപോലെ ശുദ്ധിയുള്ളതായി മാറാൻ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഇൻഷാ അള്ളാഹ് ഒരു ദിക്ർ നമുക്ക് പറയാം. ഈ ദിക്ർ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇൻഷാ അള്ളാഹ് എപ്പോഴും ഇത് നിത്യമാക്കണം. നമുക്കൊന്നിച്ചു പറഞ്ഞാലോ? لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്ലിസിനെ പ്രത്യേകം സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഒരുപാട് ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട്, ഉപ്പമാർ പറഞ്ഞിട്ടുണ്ട്, സഹോദരിമാർ, സഹോദരങ്ങൾ, അവരുടെയൊക്കെ രോഗങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് പേരാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ, നമ്മുടെ ദുആയെ എല്ലാത്തിനെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെയും ഞങ്ങളുടെ മജ്ലിസിനെയും നീ ഖബൂലാക്കണേ റഹ്മാനെ. ഓതിയതിലും പറഞ്ഞതിലും അല്ലാഹു ഞങ്ങളെ ചൊല്ലിയതിലും ഒരുപാട് കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. ഈമാൻ കുറഞ്ഞവരാണ്, ഇഖ്ലാസ് കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ്. റഹ്മാനെ ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, തിന്മകൾ ചെയ്തവരാണ്. അല്ലാഹുവേ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഒറ്റക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, രഹസ്യമായത്, പരസ്യമായത് എല്ലാ തിന്മകളും നീ മായ്ച്ചു കളയണേ റഹ്മാനെ. അതിന് ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്,
നാട്ടിലുണ്ട് ബന്ധുമിത്രാദികൾ, എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ നാളെ സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടുകൂടി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ ആരെല്ലാം എന്തെല്ലാം എവിടെ വെച്ചെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹസിലാക്കണേ അല്ലാ. നല്ല ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പ്രതിസന്ധികൾ മായ്ച്ചു കളയണേ അല്ലാ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിരവധി പേരാണ് ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, കിഡ്നിക്ക് പ്രോബ്ലമായി, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ രോഗങ്ങളാണ്, വ്യത്യസ്തമായ വേദനകളാണ്, സങ്കടങ്ങളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ കൊടുക്കണേ അല്ലാ. അസുഖങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ഈമാൻ ദുർബലമാകുന്ന ഒരു അസുഖവും ഒരു പ്രയാസവും ഞങ്ങൾക്ക് നീ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഒരുപാട് പേരുടെ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയാണ് റഹ്മാനെ. രക്തം ടെസ്റ്റ് ചെയ്തതിന്റെ അതുപോലെ തന്നെ ശരീരത്തിലുള്ള മുഴകൾ കീറിയിട്ട് അത് കുത്തിയെടുത്ത് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ മാരകമായ അസുഖങ്ങൾ ഞങ്ങൾക്ക് വരുന്നതിന് തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. റഹ്മാനെ വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ഖൈറായി നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനേ ഒരുപാട് പേര് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നീ കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നല്ല വാഹനമില്ലാത്തവർക്ക് ഖൈറായ വാഹനം കൊടുക്കണേ അല്ലാ. പ്രവാസികളായ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ, അവരുടെ ജീവിതത്തിൽ നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന കച്ചവടം, തൊഴിൽ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും എല്ലാവിധത്തിലുള്ള നല്ല ഇടപെടലുകളും നീ നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമന്റ് എഴുതുന്നുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാ. പരിപാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ ദുൽഹിജ്ജ മാസത്തെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ എല്ലാ ബറക്കത്തുകളും എല്ലാ നിഅമത്തുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും നീ തരണേ അല്ലാ. റഹ്മാനെ ഹാജിമാരെ നീ കാക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിനായി ചെന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. പാപികളായ പാവപ്പെട്ടവരായ ഞങ്ങൾക്കും താമസിയാതെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ആ ഹറം കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. മുത്തായ റസൂലിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ആ പച്ചക്കുബ്ബ നോക്കി കണ്ട് രസിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനെ പടച്ചവനെ ഒരുപാട് പേര് പ്രതിസന്ധിയിലാ, പ്രശ്നത്തിലാ, അത് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഫലസ്തീനിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഇന്ത്യ മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങൾക്ക് നീ നല്ല ഭരണാധികാരികളെ തരണേ അല്ലാ. അവരുടെ ഭരണം നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ ജനാധിപത്യം നീ തിരിച്ചു തരണേ അല്ലാ. ഏകാധിപത്യം നീ തുടച്ചു നീക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന കാലമാണ്, അവർക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റൊക്കെ വരുന്നതിന് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും വാഹനങ്ങളെയും കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ ഖൈറിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഇന്ന് കാലഘട്ടം മോശമാ, എല്ലാവിധത്തിലുള്ള മോശത്തരങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ പ്രതീക്ഷയാണ്, അവർക്ക് നീ എല്ലാവിധത്തിലുള്ള ഖൈറും കൊടുക്കണേ അല്ലാ. ജോലി അന്വേഷിക്കുന്ന മക്കളുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ, ഉമ്മമാര് ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ സലാമത്തും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റുകൾ എഴുതുന്ന മുഴുവൻ മുഅ്മിനീങ്ങളെ
ദുആകളെയും നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എല്ലാം ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്ലിസിനെ, നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. ആരൊക്കെ നമ്മുടെ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഈ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.